ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ലെവലിലുള്ള ബാത്റൂം അല്ല ചെയ്യുന്നെങ്കിൽ, അതായത് ബെഡ്റൂമിൻ്റെ സെയിം ലെവലുള്ള ബെഡ്റൂംസിൻ്റെ ലെവലിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ശേഷം അവിടെ നമ്മളൊരു ബാത്റൂം ചെയ്യുന്നെങ്കിൽ എത്ര ഹൈറ്റിലാണ് നമ്മൾ സാധാരണ ബാത്റൂം വരുന്ന ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ബാത്റൂമാണ്. അവിടെ നമ്മളൊരു ക്ലോസറ്റ് സൈഡിൽ ഒരു സൈഡിലേക്കായിട്ട് കൊടുത്തു. അത് കുറച്ച് സ്പേസാണ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു 90 സെൻറ്റിമീറ്റർ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു, 90 സെൻറ്റിമീറ്റർ കുളിക്കുന്ന ഏരിയ കൊടുത്തു. ഇതാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ലെവൽ വരുന്നത്. ഫ്ലോർ ലെവലിൽ നിന്നും ഏകദേശം പൊക്കം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. കണ്ടോ, ഏകദേശം ഇത്രയും ഹൈറ്റിലാണ് വരുന്നത്. ഏകദേശം 5 ഇഞ്ച് 6 ഇഞ്ചോളം ഹൈറ്റിൽ പൊങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാക്കി വരുന്ന ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്തെ ബാത്റൂമിൽ നിന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഏകദേശം 2 ഇഞ്ചോളം അകത്ത് പൊക്കി ഒരു സ്ലൈഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് വെള്ളം യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് നമ്മുടെ റൂമിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി ഒരു ബീഡിങ് പോലെ കൊടുത്തിരിക്കുന്നതാണ്. ട്രാപ്പ് നമ്മൾ കുളിക്കുന്ന ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. കോർണറിലായിട്ട് ട്രാപ്പ് കുളിക്കുന്ന ഏരിയയിൽ കൊടുത്തു. ക്ലോസറ്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 300 mm ഔട്ട് വരുന്ന രീതിയിലുള്ള ക്ലോസറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് ക്ലോസറ്റിനും അതുപോലെ തന്നെ ക്ലോസറ്റിലേക്കുള്ള വാട്ടർ സപ്ലൈക്കും വേണ്ടിയിട്ടാണ് 2 പോയിൻറ്റ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ആംഗിൾ കോക്കാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ നമ്മൾ പറഞ്ഞു ട്രാപ്പ് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്നുള്ള ഹൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബാത്റൂമിൻ്റെ അകത്ത് കൊടുക്കുന്ന പൈപ്പ് ഉണ്ട്, അതായത് 4 ഇഞ്ച് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്, ട്രാപ്പ് വരുന്നുണ്ട്. ട്രാപ്പിൻ്റെ ഹൈറ്റ് ഏകദേശം 6 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇഞ്ച് പൈപ്പാണെങ്കിൽ പൈപ്പിൻ്റെ ഹൈറ്റ് 4 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കോൺക്രീറ്റിൻ്റെ അകത്ത് മൂടി പോകണം. അതിൻ്റെ മുകളിലേക്കാണ് കോൺക്രീറ്റ് ചെറുതായിട്ട് വന്നത്. അതിൻ്റെ മുകളിൽ നിന്നും, അതായത് 6 ഇഞ്ചോളം നമ്മൾ പറഞ്ഞു ട്രാപ്പിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ട്രാപ്പിൻ്റെ ഹൈറ്റ് വരെ നമ്മൾ എങ്ങനെ വന്നാലും കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വീണ്ടും നമ്മുടെ ടൈലിൻ്റെ ഫിനിഷിങ് കൂടി വരുന്നുണ്ട്. ടൈലിൻ്റെ ഫിനിഷ് ഏറ്റവും കുറഞ്ഞത് 1 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചിനും 7 ഇഞ്ചിനും ഇടയ്ക്കാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി വീണ്ടും ഒരു 2 ഇഞ്ച് കൂടി പൊക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ബീഡിങ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വെള്ളം പുറത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് വരും. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2 ടാപ്പാണ് കൊടുക്കുന്നത്. റൈറ്റ് സൈഡ് പച്ചവെള്ളത്തിൻ്റെ ടാപ്പ്, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളത്തിൻ്റെ ടാപ്പ്. അതിനുശേഷം നമ്മൾ ഷവർ വാൽവ് കൊടുത്തു. നേരെ 7 അടി ഹൈറ്റ് വരാവുന്ന രീതിയിലാണ് ഷവർ വാൽവ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാത്റൂം ഓൾറെഡി നേരത്തെ പണിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീടിനോട് ചേർന്നിട്ട്, അതായത് ബാത്റൂം അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഫ്ലോർ ചെയ്യുന്ന സമയത്ത്, അത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾക്ക് കൂടുതൽ എഫക്റ്റ് വരാറ്. അതായത് ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്ന സമയത്ത് ഈ ബാത്റൂമിൻ്റെ ഏരിയ ഒരു 7 ഇഞ്ചോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ഇഞ്ച് താത്തിയിട്ടാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താഴ്ന്ന് നമ്മൾ സാധാരണ ബാത്റൂം താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് 1 ഇഞ്ചോ 2 ഇഞ്ചോ താഴ്ത്തി നമുക്ക് ബാത്റൂം ചെയ്യാൻ സാധിക്കും. ഇത് എക്സ്ട്രാ വർക്ക് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ 8 ഇഞ്ചോളം നമ്മൾ പൊക്കി ബാത്റൂം ചെയ്യേണ്ടി വരുന്നത്. അതായത് ഏകദേശം 6 ഇഞ്ച് തൊട്ട് 8 ഇഞ്ച് ഹൈറ്റ് വരെ നമ്മൾ ഈ പറയുന്ന ലെവൽ ഫ്ലോർ ലെവലിൽ നിന്നും നമ്മുടെ ബാത്റൂം പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എത്ര ചെയ്താലും ഭാവിയിൽ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോക്സി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്താലും ചെറുതായിട്ട് ലീക്ക് കാര്യങ്ങൾ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിൽ, അതായത് റൂമിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബെഡ്റൂമിൻ്റെ അകത്ത് സെയിം ലെവലിൽ നിന്നും ബാത്റൂം താഴ്ത്തിയിട്ടേക്കാണെങ്കിൽ നമുക്ക് ആ എഫക്റ്റ് ചെയ്യില്ല. പുറത്തേക്ക് എക്സ്ട്രാ ഒരു ഓവർഫ്ലോ പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ലീക്ക് പോലും ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ചുമരിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് നനവ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.